ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവത്വത്തിന്റെ പ്രാധാന്യം അമൃതകാലത്തിൽ രാജ്യപുരോഗതിക്ക് പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ രാജ്യം ഊർജ്ജ കയറ്റുമതിയിൽ മുന്നോട്ടു വരണമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 15ാം കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നാളെ തുടക്കമാകും. റഷ്യൻ സൈനിക വിമാനം തകർന്ന് 74 പേർ കൊല്ലപ്പെട്ടു. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷന്റെ വനിതാ ലോകകപ്പിൽ പോളണ്ടിനെ ഇന്ത്യ 5-4 പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 75ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. വികസിത ഭാരതം പ്രമേയമാക്കി ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ മറ്റന്നാൾ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നാരീശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. പരേഡിന് സാക്ഷ്യം വഹിക്കാൻ രാജ്യത്തെ 1500 കർഷകർക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. 75ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നാളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യത്തെ അഭിസംബോധന ചെയ്യും. വൈകുന്നേരം 7 മണി മുതൽ ആകാശവാണിയുടെ മുഴുവൻ ദേശീയ നിലയങ്ങളിലും ദൂരദർശന്റെ എല്ലാ ചാനലുകളിലും ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷ് പതിപ്പിലും സംപ്രേഷണം ചെയ്യും. ആകാശവാണി അതത് പ്രാദേശിക നിലയങ്ങളിൽ നിന്ന് രാത്രി 9:30 മുതൽ പ്രാദേശിക ഭാഷാ പതിപ്പുകൾ പ്രക്ഷേപണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ജയ്പൂരിലെത്തും. ജയ്പൂരിലെ ചരിത്രപ്രസിദ്ധമായ ആംബർ ഫോർട്ട്, ജന്തർ മന്ദർ, ഹവാമഹൽ എന്നിവ മാക്രോൺ സന്ദർശിക്കും. ന്യൂഡൽഹിയിൽ രാജ്യത്തിന്റെ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഹമാര സംവിധാൻ ഹമാര സമ്മാൻ പ്രചാരണ പരിപാടിക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടക്കം കുറിച്ചു. ഈ അവസരത്തിൽ വീരന്മാരെ രാഷ്ട്രം സ്മരിക്കുകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ച ശ്രീ ധൻകർ പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ ഇപ്പോൾ 5ാം സ്ഥാനത്താണെന്നും അധികം വൈകാതെ രാജ്യം 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. നിയമസേവനങ്ങളുടെ പരിധി വ്യാപിപ്പിക്കാനും വിപുലീകരിക്കാനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാനവും പരിവർത്തനാത്മകവുമായ ഒരു ചുവടുവയ്പ്പാണ് ന്യായ സേതു. സബ്കോ ന്യായ്, ഹർ ഘർ ന്യായ്, നവഭാരത് നവസങ്കൽപ്, വിധി ജാഗ്രതി അഭിയാൻ എന്നിവ ഉൾപ്പെടുന്നവയാണ് പ്രചരണം. എല്ലാ പൌരന്മാർക്കും പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കുക എന്നതാണ് ഇന്ന് തുടക്കമിട്ട പദ്ധതികളുടെ പ്രധാന ലക്ഷ്യമെന്നും ഭരണഘടനയ്ക്ക് അനുസൃതമായാണ് മുത്തലാഖ് പോലുള്ള സാമൂഹിക തിന്മകൾ നീക്കം ചെയ്തതും അനുച്ഛേദം 370 റദ്ദാക്കിയതെന്നും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. യുവത്വത്തിന്റെ പ്രാധാന്യം അമൃതകാലത്തിൽ രാജ്യപുരോഗതിക്ക് പുതിയ ദിശാബോധം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ യുവത്വത്തിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അവരുടെ പ്രകടനത്തിൽ ക്രിയാത്മകത, പ്രയത്നം, ക്ഷമത എല്ലാം കാണാൻ കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന NCC കേഡറ്റുകൾ, NSS വളണ്ടിയർമാർ, നിശ്ചല ദൃശ്യ കലാകാരന്മാർ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. मुझे आपके सामर्थ्य पर विश्वास है, आप पर विश्वास है. खूब पढ़ाई करें, एक कर्तव्यनिष्ठ नागरिक बने, पर्यावरण की रक्षा करें, बुरी आदतों से बचें और अपनी विरासत और संस्कृति पर गर्व करें. आपके साथ देश का आशीर्वाद है. मेरी शुभकामनाएं हैं. परेड के दौरान भी आप छाए रहे, सबके दिल जीते, मेरी यही कामना है. 25 രാജ്യങ്ങളിൽ നിന്നുള്ള യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം കേഡറ്റുകളും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ ആദിവാസി അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന്റെ പുതിയ കെട്ടിടമായ കൌശൽ ഭവൻ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്തു. PM വിശ്വകർമ്മ, പ്രധാനമന്ത്രി ജൻമൻ, പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ സ്ഥാപിച്ച സ്റ്റാളുകളും രാഷ്ട്രപതി സന്ദർശിച്ചു. ഇന്ന് ദേശീയ ബാലികാ ദിനം. ദേശീയ ബാലികാ ദിനത്തിൽ പെൺകുട്ടികളുടെ അജയ്യമായ ചൈതന്യത്തെയും നേട്ടങ്ങളെയും പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെയും സമൂഹത്തെയും മികച്ചതാക്കി മാറ്റുന്നതിൽ ഓരോ പെൺകുട്ടിയും വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ശ്രീ മോദി, ഓരോ ബാലികയും വിവിധ മേഖലകളിൽ പ്രദർശിപ്പിക്കുന്ന സമ്പന്നമായ കഴിവുകൾ രാജ്യം തിരിച്ചറിയുന്നതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബാലികമാർക്ക് പഠിക്കാനും വളരാനും അഭിവൃദ്ധി പ്രാപിക്കാനും സാധിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ 10 വർഷ കാലയളവിൽ കേന്ദ്ര സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
എല്ലാ വർഷവും ജനുവരി 24-നാണ് രാജ്യം ദേശീയ ബാലികാ ദിനം ആചരിക്കുന്നത്. രാജ്യത്തെ പെൺകുട്ടികൾക്ക് അവർക്കാവശ്യമായ പിന്തുണയും അവസരങ്ങളും ഉറപ്പുവരുത്തുക, പെൺകുഞ്ഞുങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം എന്നീ വിഷയങ്ങളിൽ പൊതു അവബോധം സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് രാജ്യം ദേശീയ ബാലികാ ദിനം ആചരിക്കുന്നത്. സേവ് ദി ഗേൾ ചൈൽഡ്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സുകന്യ സമൃദ്ധി യോജന, CBSE